Today is a day of celebration. It's a new beginning. വിഷുക്കായി നീട്ടം എത്ര ചെറുതാണെങ്കിലും നമുക്ക് എത്തൊരു സന്തോഷമാണല്ലേ. Today is a day of celebration. It's a new beginning. I think let us all come together for an event like Vishu also. I think Vishu is not just the beginning of a new year. It is a celebration of hope, prosperity and new beginnings. വിഷു പറയണമെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷം ആരംഭിക്കും. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കണിക്കൊന്ന വയ്ക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിഷു കഴിക്കുന്നിട്ട് കിട്ടും. കോടിയെടുക്കുക, അമ്പലങ്ങളിൽ പോവുക, പായസം കഴിക്കുക. പക്ഷേ വിഷു ഒരു മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ആചാരമല്ല. എല്ലാവരും ആചരിക്കുന്നത് നല്ലൊരു വർഷം തുടങ്ങുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ട് നല്ലൊരു വർഷം തുടങ്ങുമ്പോൾ ആ വർഷം മുഴുവൻ നന്നായിരിക്കുന്ന സങ്കല്പം. അത് ഇവർ ഇവിടെ സെലിബ്രേറ്റ് ഒക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വന്നവർക്ക് നമുക്ക് നല്ലൊരു കാര്യം. അതെ, വിഷു വരുമ്പോൾ നമ്മൾ എല്ലാവരും കൊച്ചു കുട്ടികളാണല്ലോ. ആ വിഷുക്കായി നീട്ടം എത്ര ചെറുതാണെങ്കിലും നമുക്ക് എത്തൊരു സന്തോഷമാണല്ലേ. ഒരു വിഷു സെലിബ്രേഷൻ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓരോരുത്തരെ അവർക്ക് ഒരു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരിങ്ങനെ ഒത്തുചേർന്ന് അവർ കോർഡിനേറ്റ് ചെയ്ത് വളരെ ഓരോ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അവരുടെ ഒരു കൂട്ടായ്മ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ നോക്കി. സീനിയർ ലിവിങ് എനിക്ക് 2 ഡോട്ടേഴ്സാണ്. ബോത്ത് ആർ സെറ്റിൽഡ് ഇൻ US ആണ്. ത്രൂഔട്ട് ഇന്ത്യ ഞങ്ങൾ നോക്കിയിട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ. എല്ലാ ദിവസവും ഈവനിങ് 8 o'clock മീറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുക. അങ്ങനെ വി റിയലി എൻജോയ്. ഇറ്റ് ടുക്ക് us back to our childhood memories. പ്രോഗ്രാം വെച്ചു. ഇവിടെ ഓണത്തിനുണ്ട്, തിരുവാതിരയ്ക്ക് ഞങ്ങൾ ഡാൻസ് കളിച്ചു. ഓണ പ്രോഗ്രാമിനുണ്ട്. അങ്ങനെ ഇവിടെ പ്രോഗ്രാമിലൊക്കെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇത് വലിയൊരു സ്വർഗമാണ്. അതെ, ശരിക്കും ഹെവൻലിയാണ്. നമ്മളുടെ ഈ ബിസി ഷെഡ്യൂൾ ലൈഫിൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊന്നും അറിയാതെ പോയിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യാൻ. ഇവിടെ വന്ന് നമ്മൾ എല്ലാം കൂട്ടത്തോടു കൂടിയിട്ടൊക്കെയാണ് നമ്മളിലുള്ള കഴിവുകളൊക്കെ മനസ്സിലാക്കുന്നത്. പാടാനും ആടാനും ആ ഒരു സന്തോഷമുണ്ട്. പഞ്ചസാര തൊട്ട് നോക്കിയാലേ അതിൻ്റെ മധുരം ഇതാണ്. ഇവിടെ വന്ന് താമസിച്ചാലേ ഇതിൻ്റെ ഗുണം എന്താണ് അറിയുള്ളൂ. ഒരു സെൻറ്റൻസ് അല്ല, 2 വാക്കിൽ പറഞ്ഞാൽ അനന്ത ലിവിങ് ഈസ് അനന്ത ലിവിങ്. പറഞ്ഞാൽ മാത്രം മനസ്സിലാവില്ല, നമ്മൾ തന്നെ വന്ന് കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ. എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. പക്ഷെ എന്നാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ വന്ന് സ്വയം റിയലി സെൽഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. കുറേ പേര് സെർച്ച് ചെയ്തിട്ട് കണ്ടത് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതിനെക്കാട്ടും ഈ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്ത് അതൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും.